ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥപാരായണത്തിൻ്റെ 16-ാമത്തെ ദിവസത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. ഇന്ന് നാം വായിച്ച് ധ്യാനിച്ച അധ്യായങ്ങൾ ഉൽപ്പത്തി പുസ്തകം 38, 39, 40, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം. ഉൽപ്പത്തിയുടെ പുസ്തകം 38-ാം അധ്യായത്തിൽ യൂദായുടെയും താമാറിൻ്റെയും ജീവിതമാണ് നാം കാണുന്നത്. ആ അധ്യായത്തിൽ പ്രധാനപ്പെട്ട 2-3 ചിന്തകൾ. ഒന്ന്, കുടുംബത്തിൽ നീതിയും ഉത്തരവാദിത്വവും പ്രധാനമാണ്. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളോടുള്ള വാഗ്ദാനങ്ങൾ, കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന ഒരു ചിന്ത അതിൽ നിന്ന് നാം കാണുന്നുണ്ട്. യൂദ തൻ്റെ മരുമകളായ താമാറിനോട് കൊടുത്ത വാക്ക് പാലിക്കുവാനായിട്ട് സാധിച്ചില്ല. വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികളോട് ചെയ്യുന്ന വാഗ്ദാനങ്ങൾ, സഹോദരങ്ങളോട് ചെയ്യുന്ന വാഗ്ദാനങ്ങൾ, മാതാപിതാക്കളോട് ചെയ്യുന്ന വാഗ്ദാനങ്ങൾ, അതെല്ലാം പാലിക്കണം എന്ന ഒരു ചിന്ത നമുക്ക് ഈ വചനഭാഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. രണ്ടാമതൊരു ചിന്ത, നമ്മുടെ തെറ്റുകൾ സമ്മതിക്കാനുള്ള ധൈര്യമുണ്ടാവണം, മനസ്സുണ്ടാവണം. യൂദ തൻ്റെ മരുമകളായ താമാറിന് കൊടുക്കുന്ന വാക്ക് പാലിച്ചില്ല എന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ടാകുമ്പോൾ അവൻ അത് വെളിപ്പെടുത്തുന്നുണ്ട്. ഇനി എൻ്റെ ഭാഗത്ത് ഒരു തെറ്റാണെന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ തെറ്റുകളും കുറ്റങ്ങളും വന്നാൽ അത് തെറ്റ് സംഭവിച്ചു എന്നുള്ളത്, നമ്മുടെ ഭവനത്തിലാണെങ്കിലും ജോലി മേഖലയിലാണെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുള്ളത് നമ്മളത് പറയുവാനായിട്ട് നമുക്ക് ഉള്ള മനസ്സുണ്ടാകണം. മൂന്നാമതായിട്ട് ചിന്ത, മറ്റുള്ളവരെ വിധിക്കുന്നതിന് മുമ്പ് സ്വയം പരിശോധിക്കണം. യൂദ താമാർ ഗർഭിണിയാണെന്ന വാർത്ത കേൾക്കുമ്പോൾ അവളെ ശിക്ഷിക്കാൻ പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു അവൾ ഗർഭിണിയായത് തന്നിൽ നിന്ന് തന്നെയാണെന്ന് തിരിച്ചറിവ് പിന്നീട് ഉണ്ടാകുവാനായിട്ട് ഇടയാക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർ, മറ്റുള്ളവരുടെ തെറ്റുകൾ വിമർശിക്കുമ്പോൾ നാമും അതേ തെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. മറ്റുള്ളവരെ വിധിക്കുന്നതിന് മുമ്പ് സ്വയം നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുവാനായിട്ട്, വിചിന്തനം ചെയ്യുവാനായിട്ട് നമുക്ക് ഇടയാക്കണം. ഉൽപ്പത്തിയുടെ പുസ്തകം 39-ാം അധ്യായത്തിൽ ജോസഫിനെ കുറിച്ച്, പൊത്തിഫറിൻ്റെ ഭാര്യയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ അധ്യായം നമുക്ക് നൽകുന്ന ഒരു ചിന്ത, പ്രലോഭനങ്ങളിൽ നിന്ന് ഓടി പോകണമെന്നുള്ളതാണ്. ജോസഫ് പൊത്തിഫറിൻ്റെ ഭാര്യയുടെ അടുത്തിൽ നിന്ന് ഓടിപ്പോയി. പ്രലോഭനമായി പൊത്തിഫറിൻ്റെ ഭാര്യ ജോസഫിൻ്റെ അടുക്കിലേക്ക് വന്നെങ്കിലും അവൾ പലതരത്തിലുള്ളതായ പ്രലോഭനങ്ങൾ അവന് മുമ്പിൽ നിരത്തിയിട്ടും അതിൽ നിന്ന് വീഴാതെ, വശംവദപ്പെടാതെ അതിൽ നിന്ന് അവൻ ഓടിയകന്നു എന്നാണ് വചനം ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രലോഭനങ്ങളിൽ നിന്ന് ഓടി അകലാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. മറ്റൊരു ചിന്ത നമ്മൾ പ്രകാരം കാണുന്നുണ്ട്, ദൈവം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ ഏത് സ്ഥലത്ത് നമുക്ക് വിജയം കൈവരിക്കാമെന്ന ഒരു ചിന്ത നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ജോസഫ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും അദ്ദേഹം പൊത്തിഫറിൻ്റെ ഭവനത്തിലേക്ക് അടിമയായെത്തുമ്പോഴും ജയിലറയിൽ കിടക്കുമ്പോഴുമൊക്കെ ദൈവം അവനോടുകൂടി ഉണ്ടായിരുന്നു എന്ന വചനം പറയുന്നുണ്ട്. ദൈവത്തിന് മറ്റുള്ളവർക്ക് ജോസഫിനോട് പ്രീതി തോന്നാൻ തക്കവണ്ണം ദൈവം അവൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായാലും, നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് മാറ്റപ്പെട്ടാലും, സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും ദൈവസാന്നിധ്യം കൂടെ ഉണ്ടാവാൻ ആഗ്രഹിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, ദൈവത്തെ ചേർത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ദൈവത്തോട് എപ്പോഴും അനുദിനം ദൈവവുമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കാനായിട്ട് ഇടയായാൽ തീർച്ചയായും ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അടുത്തൊരു ചിന്ത ഇപ്രകാരം നമ്മൾ വിശ്വസ്തത കാണിക്കുമ്പോൾ ദൈവം നമ്മളെ ഉയർത്തും. നമ്മൾ ഏത് മേഖലയിലാണോ ദൈവമാക്കിയിരിക്കുക ആ മേഖലകളിലൊക്കെ വിശ്വസ്തരായിരിക്കുക. ജോസഫ് എല്ലാ സാഹചര്യങ്ങളിലും അദ്ദേഹം വിശ്വസ്തനായിരുന്നു. ആ വിശ്വസ്തത പൂർത്തീകരണോണം
പൂർത്തീകരണമെന്നോണം അദ്ദേഹം ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ദൈവം അവനെ ഉയർത്തി. നമ്മളെ ദൈവം ഏൽപ്പിക്കുന്ന ഏറ്റവും ചെറിയ ജോലിയാണെങ്കിൽ പോലും ആ മേഖലയിലൊക്കെ വിശ്വസ്തരായിരിക്കാൻ നമുക്കിടയായിരിക്കണം. നമ്മുടെ മേലധികാരി ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരുപോലെ എപ്പോഴും കൃത്യമായി നന്നായി പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ഉൽപ്പത്തിയുടെ പുസ്തകം 40-ാം അധ്യായം നമ്മൾ ജോസഫിൻ്റെ തടവറയിലെ കാര്യങ്ങളാണ്, അദ്ദേഹം ജയിലിലായിരിക്കുന്ന സംഭവങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. അവിടെ ആ അധ്യായത്തിൽ നിന്ന് കിട്ടുന്ന 2-3 ചിന്തകളൊന്ന്, മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും സന്നദ്ധത കാണിക്കണം. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരെ കരുതാനും മറ്റുള്ളവർക്ക് ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് ഇടയായിത്തീരണം. ജോസഫ് പ്രയാസത്തിൽ ജയിലിലാകുമ്പോഴും മറ്റ് തടവുകാരെ സഹായിക്കുന്നതായിട്ട് വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക്, നമ്മൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടാണെങ്കിൽ പോലും പ്രയാസങ്ങളുടെ മധ്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും മറ്റുള്ള വേദനയിൽ കഴിയുന്ന മറ്റുള്ളവരോട് സഹായം ചെയ്യുവാൻ, മറ്റുള്ളവരോടൊന്ന് സംസാരിക്കുവാനൊക്കെ ഇടയായിത്തീരണം. എന്തെങ്കിലും സഹായങ്ങൾ അവർക്ക് ആവശ്യമെങ്കിൽ ചെയ്തു കൊടുക്കുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരണം. മറ്റൊരു ചിന്ത ഇപ്രകാരമാണ്: ദൈവം നമുക്ക് നൽകുന്ന കഴിവുകൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക, ഒരിക്കലും അതിൽ അഹങ്കരിക്കരുത്. ജോസഫ് സ്വപ്നങ്ങൾ വ്യാഖ്യാനം ചെയ്യുന്ന സമയത്ത് പറഞ്ഞു, ഇത് എൻ്റേതല്ല, വ്യാഖ്യാനമെല്ലാം ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് എപ്പോഴും ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ, ദൈവം നൽകുന്ന കഴിവുകളെ ഓർത്ത് നന്ദി കരയറ്റുക, ഒരിക്കലും അതിൽ അഹങ്കരിക്കാതിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമുക്ക് പ്രൊമോഷൻ കിട്ടുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷയിൽ ഉന്നത വിജയം നേടുമ്പോഴൊക്കെ എൻ്റെ കഴിവുകൊണ്ട് നേടിയതാണ് എന്ന് ചിന്തിക്കാതെ അത് ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ കരുണയാണെന്ന ഉത്തമ ബോധ്യത്തിൽ മുമ്പോട്ട് പോയി ദൈവത്തിന് നന്ദി കരയറ്റുവാൻ നമുക്ക് ഇടയായിത്തീരണം. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സമയത്തിനായി നമ്മൾ ദൈവത്തിൻ്റെ സമയം വരുന്നവരെ ക്ഷമയോടെ കാത്തിരിക്കാനായിട്ട് നമുക്കിടയാണ്. നമ്മൾ ഇവിടെ കാണുന്നുണ്ട് വീഞ്ഞ് സൂക്ഷിപ്പുകാരൻ, അദ്ദേഹം രാജാവിൻ്റെ പാനപാത്രവാഹകൻ, അദ്ദേഹം ജോസഫിനെ മറന്നുപോയി. അദ്ദേഹം കാരാഗൃഹത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ജോസഫിനെ മറന്നു. എന്നാൽ 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അദ്ദേഹം ഓർക്കുന്ന 2 വർഷങ്ങൾക്ക് ശേഷമാണ്. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ചില കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് നടക്കുമെന്നൊക്കെ ചിന്തിക്കുന്നത്, മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുമെന്നൊക്കെ ഓർത്ത് ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടാണ്. പക്ഷെങ്കിൽ അതൊന്നും അവരെ മറ്റുള്ളവർ സഹായിക്കാൻ ഇടയായിട്ടില്ല. വിവാഹമാണെങ്കിൽ താമസിക്കുന്നു, ജോലി കിട്ടാൻ താമസിക്കുന്നു, മക്കളുണ്ടാകാൻ താമസിക്കുന്നു. അങ്ങനെ ഒത്തിരി പ്രയാസങ്ങളും നമ്മൾ പ്രതീക്ഷിച്ച പോലൊന്നും കാര്യങ്ങൾ നടക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിന് ദൈവത്തിൻ്റെതായ ദൈവം ഒരു സമയം ക്രമീകരിച്ചിട്ടുണ്ട്. ഈ സമയത്ത് അതൊക്കെ നടക്കും എന്ന ഉത്തമ ബോധ്യം ഉണ്ടാവണം. നിരാശപ്പെടാതെ പ്രത്യാശയോടുകൂടെ ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരണം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, അവിടെ ധ്യാനിക്കുമ്പോൾ കാണുന്ന ഒന്നാമത്തെ ചിന്ത തന്നെ യേശു ആരാണെന്ന് വ്യക്തിപരമായിട്ട് മനസ്സിലാക്കണമെന്നാണ് വചനം പറയുക. യേശു തമ്പുരാൻ ചോദിക്കുന്നുണ്ട്, ഇവർ എന്നെ ആരെന്നാണ് പറയുക, ജനം എന്നെ ആരെന്നാണ് പറയുക. ചിലർ പ്രവാചകനാണെന്ന് പറയുമ്പോൾ, സ്നാപക യോഹന്നാനാണെന്ന് പറയുമ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരെന്നാണ് പറയുക. പത്രോസ് ശ്ലീഹ പറഞ്ഞു, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈ അധ്യായത്തിനും ഈ ഒരു ചിന്തയിലും യേശു ആരാണെന്ന് വ്യക്തിപരമായിട്ട് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ഇടയാക്കിയാണ്. അടുത്തൊരു ചിന്ത, ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ നമ്മെ തന്നെ പരിത്യജിക്കുവാനായിട്ട് ഇടയായിത്തീരണം. വചനം പറയുന്ന പോലെ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തൻ്റെ കുരിശെടുത്ത് താൻ പരിത്യജിച്ച് എൻ്റെ പിന്നാലെ വരട്ടെ. കർത്താവിൻ്റെ അനുഗമിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ഒന്ന് പരിത്യജിക്കുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരണം. ഈ 3 ഇത്രയും ചിന്തകൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ ചേർത്ത് വെക്കാനായിട്ട് നമുക്ക് ഇടയായിത്തീരട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.